ഞാൻ പുസ്തകം എഴുതി വാങ്ങിച്ചായിരുന്നു. അവരുടെ പേരിലും കേസ് കൊടുത്തു. പിന്നെ കേസ് നടന്നു. അവർ ഭോപ്പാലിലാണ് താമസിക്കുന്നത്. പിന്നെ ഞാൻ കേസ് നടത്തിയില്ലെങ്കിൽ നമുക്ക് പുസ്തകം കിട്ടുമോ? അവർക്ക് ഭോപ്പാലിൽ വന്ന് കേസ് നടത്താൻ നിൽക്കും ഇവിടെ. അതുകൊണ്ട് കേസെല്ലാം നടത്തിയത് ഞാനും കക്ഷി ചേർന്നു. എന്തെങ്കിലും കേസ് നടത്തി നമുക്ക് ഗുണമായിട്ട് വിധിച്ചു. 93 മുതൽ ഇങ്ങനെ നമ്മൾക്കെതിരെ കേസായി ഇവന്മാര്. പിന്നെന്തൊക്കെയാ അമ്മേ? അമ്മയുടെ കണ്ണെറിഞ്ഞ് പൊട്ടിച്ചില്ലേ? അത് കേസിലടയ്ക്ക ഭാര്യയും ഭർത്താവും കൂടി വടക്കേപ്പുറത്ത് വന്ന് നിന്ന് ഞാൻ കഥവ് തുറക്കിയ ഒരൊറ്റ ഏറെ എന്റെ കണ്ണിന് രണ്ട്. ഇപ്പൊ ഈ ആ കണ്ണിന് കാഴ്ചയില്ല. പാടുണ്ട്. ഇവൻ എറിഞ്ഞതാ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞു. ഇവൻ പിന്നെ 2019 ഇതുപോലെ 19-20 എന്നെ കല്ലെറിയുമായിരുന്നു. ഇവന്റെ പെണ്ണുമ്പിള്ള അതുപോലല്ലയോ ഇവന്റെ ചേട്ടത്തിയെ അടിച്ചോടിച്ച് ഇവിടുന്ന് സാവിത്രി എന്ന് പറയുന്നവരെ. ഇങ്ങനെ ഗൂണ്ടായിസം തന്നെ അങ്ങ് നടത്തുക. ഇവന്മാരുടെ ഗൂണ്ടായിസം എന്താണോ അതങ്ങ് നടത്തുക ഇവിടെ. കൊഴുവല്ല, കൈതയ്ക്ക് അടിച്ച് താഴെ ഇട്ടത്. വലിയ കൈത ഞാൻ കണ്ടോണ്ട് നിൽക്കുക. അങ്ങനെയൊക്കെ എന്തൊക്കെയോ അടിച്ച് താഴെ ഇട്ട് അവരെ ശരിയാക്കിയത്. അവരിവിടുന്ന് അങ്ങ് പോയി. പിന്നെ അങ്ങനെ ഭയങ്കര ഇവന്റെ ഭാഷയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവന്റെ മലയാള സാഹിത്യമൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇവന്റെ അല്ല ഒരു സരള ഒരു മകളുടെ സ്വത്തം പിടിച്ച് കേസ് കൊടുത്തേക്കുക. അവരുടെ കുടുംബ സ്വത്ത് ഷെയർ പിടിച്ചു പറിക്കാൻ കേസ് കൊടുത്തപ്പോ ഗുണമായിട്ട് അവർക്ക് വിധിച്ചേക്കോ സരളയ്ക്ക്. ഇങ്ങനെ കള്ളക്കേസായി ഇവന്റെ ജോലി. കേസിന് ഇവന് ഭയങ്കര ഇവനെ CPM കുറെ ഗൂണ്ടയായിട്ട് അങ്ങ് വളർത്തി വെച്ചിരിക്കുക ഇവിടെ കുറെ ആൾക്കാർ. ഇവനെ കൊണ്ട് വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. ഇവന് എന്തോ ഇവിടെ കൂടെ പോകുന്നുണ്ടെ തെറി വിളിക്കുക, ഇവന് മുണ്ട് പൊക്കി കാണിക്കുക. അപ്പൊ അതിനാ പറയുന്നത് ഇപ്പൊ ശശി ഇഷ്ടമല്ലല്ലോ, ശശിമാമ എന്ന് പറയുന്നത് കേട്ടോ. അതെനിക്ക് മനസ്സിലായി. ശശി ഇപ്പം ശശിയോട് ഭയങ്കര ദേഷ്യമാവുന്നില്ല. ശശിമാമ മറ്റേ ശശി അവരെ എന്നും പോയില്ലായിരുന്നു. ഒരു ദിവസമെങ്കിലും പോയി അവരെ തിറക്കി ഇരിക്കുമായിരുന്നു. പോയി ഇപ്പൊ അവൻ പോകുന്നില്ല. അതിനാ ശശിമാമാന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മളിപ്പോ ഇടാൻ പോടാന്നൊന്നും നമ്മൾ ആരെയും വിളിക്കാറില്ല. കഴിഞ്ഞ ദിവസം ശശിയുടെ പോകുന്നുണ്ടെങ്കിൽ നോക്കുന്നേ ഇല്ല. അല്ല ശശിമാമന് വല്ലോ ഇവിടുത്തെ ഇവന്മാര് 7 മണി കഴിഞ്ഞുള്ള നടത്തുന്ന അങ്ങേർക്ക് വല്ലോ അറിയായിരുന്നു. അതുകൊണ്ട് അങ്ങേര് വന്നത് ഇവിടെ. നമ്മളെ അന്ന് എന്നെ ഇവിടുന്ന് എന്തുവാ കഥ കടിച്ചു പൊളിച്ച് പിടിച്ചോണ്ട് പോകാൻ വന്നത്. അത് ഇവന്മാരുടെ ഉള്ളിലിരിപ്പൊന്നും അങ്ങേർക്കറിയത്തില്ലോ. എൻ്റെ പ്രമാണം എടുക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും ഇങ്ങനെ പല രീതിയിലുള്ള ജോബ് ലോസ് ഇൻഷുറൻസ് ഒക്കെ അടിച്ചു മാറ്റാനെന്ന് അങ്ങേർക്കറിയാവോ? അങ്ങേരോട് അനാവശ്യം തന്നെ പറയുക. ഇവന്മാരെല്ലാം എന്നിട്ട് വിളിച്ചോണ്ട് വന്നതന്ന്. ഇവന്മാർ ഈ 7 മണിക്ക് ഇവിടെ നടത്തുന്ന ചീത്ത അതാണിപ്പോൾ നമ്മൾ പിടിച്ചിടുന്നത്. ഇവന്മാർ ഇങ്ങനെ നിരന്തരം നമ്മളെ ചീത്ത വിളിക്കുന്നത്. ഇവനെന്തോ രോഗം? നമ്മുടെ വീട്ടിൽ അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇവൻ്റെ വീട്ടിൽ എന്താ എല്ലാവരും മിണ്ടാതെ എന്തോ സിപ്പിട്ടിരിക്കുവാണോ വായിക്കാത്ത? നമ്മുടെ വീട്ടിൽ നമ്മൾ സംസാരിക്കും. മണ്ണു മാന്തുവോ എന്നെ കാണുന്നില്ല. അവിടെ പറയുക ഞാൻ അവിടെ അയ്യത്ത് കിടച്ചോണ്ട് നിൽക്കുക. മണ്ണ് മാന്തുവോ പഠിച്ചത്. അല്ല അവരും അങ്ങനെ പറയുന്നത്, നമുക്ക് വടക്കുള്ളവരും. അപ്പൊ ഇത് അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞങ്ങ് വെച്ചിരിക്കുമാര് എല്ലാം മാന്തി ഇപ്പം എന്തോ വീട്ടിനകത്ത് ഇരിപ്പാന്ന് പറഞ്ഞെന്ന് കേട്ടില്ലയോ പറഞ്ഞത്? ഇവിടെ നമ്മുടെ വസ്തു പോയി നോക്കണ്ടായോ? മാന്തി എന്ന അമ്മ മാന്തിയായി ഇപ്പം പെരക്കാത്തിരിക്കുന്നേന്ന്. 88 വയസ്സുള്ള ആള് നല്ലപോലെ നടക്കുന്നത് പിടിക്കുന്നതല്ല, ഒരു കുഴപ്പവും ഇല്ല. അന്നേരം അവിടെ ഇരിപ്പുണ്ട്, അറിഞ്ഞില്ല അവിടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം. പെരക്കാത്തിരിക്കുവാന്നാ വിചാരിച്ചത്, അവിടെ വന്നിരിക്കുന്നെന്ന് കാര്യം അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴും നല്ല സൂപ്പറായിട്ട് എല്ലായിടവും പോകുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ല. 88 വയസ്സുള്ള ആള് നടക്കുന്നില്ലയോ? അതാ 88 വയസ്സുള്ളവര് ചെയ്യുവോ? അങ്ങ് വെറുതെ നമ്മളെ അങ്ങ് ഹരാസ് ചെയ്യുവാണ്. എന്തോ അങ്ങ് ആകുമെന്നുള്ള ഇതാണ്. ആന്നാന്ന്. അയ്യോ എന്താ അവളുടെതെല്ലാം പിടിച്ച് ഇതുപോലുള്ള ഇവനെ പോലുള്ള ഭാഷകളും സാഹിത്യവും അവര് പറയുന്നത് അനാവശ്യം തന്നെ പറയുന്നത്. കുടുംബത്തിൽ പറഞ്ഞ ജാതി അല്ലല്ലോ, കുടുംബശ്രീ ഒന്നും ഇല്ലല്ലോ, തന്തേരായ പറയാനേ അറിയത്തുള്ളൂ.
കുടുംബത്തിൽ പിറക്കണം എന്നുള്ളത് പറയണെങ്കിൽ കുടുംബം ഇതുപോലെ കണിയാനും കിണിയാനും ഒക്കെ അവന്റെ വായി തോന്നിയൊക്കെ പറയാൻ നടക്കില്ല ഇങ്ങനെ അങ്ങ് കുടുംബസ്ഥിതി. നമ്മള് ചിലവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ മിണ്ടാതിരിക്കണമെന്നാ ഇവിടെ. അയ്യോ മിണ്ടല്ലേ, മിണ്ടാതിരിക്കണം നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഡ്രാമകളൊക്കെ. അപ്പം ഞാൻ അമ്മയെന്ന് വിളിച്ചാൽ ഇവിടെ അമ്മയാണെന്നും ഒക്കെ അറിയും. വേറെ ആരുടെയോ കൂടെയാണ് ഞാൻ ഇവിടെ നിന്നൊക്കെ ഉള്ളതാണ് വരുത്താൻ ശ്രമിക്കുന്നത്. അപ്പം ഞാൻ ഉറക്കെ അമ്മയെന്ന് വിളിച്ചാൽ ഇവിടെ എൻ്റെ കൂടെ അമ്മയാണെന്നുള്ളത് വരുന്നത് കൊണ്ടാണ് ഇവന്മാർക്ക് ഭയങ്കര ചുരുക്ക്. മനസ്സിലായില്ലയോ? പിന്നെ പല പല നാടകങ്ങളാണ് അങ്ങ്, ഭയങ്കര നാടകങ്ങൾ. ഇതെൻ്റെ അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. അങ്ങനെ പല പല കഥകളാണ് നമ്മുടെ മുഖത്തോട്ട് അടിക്കുക. ഇപ്പം നമ്മുടെ ഇടത് കണ്ണേലോട്ട് നമ്മുടെ കണ്ണിന് കാഴ്ച കുറയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ പല പല രീതികളാണ്. എല്ലാവർക്കും അറിയാം ഇപ്പം ഈ ലേസറും സോണിക് പണ്ട് നമ്മൾ പറയുന്നവരെല്ലാം പറയുന്നുണ്ട്. അതുപോലെ ഇന്നലെ ഞാൻ അവിടെ എല്ലാം ചോദിച്ചു, നിങ്ങളുടെ ഈ വോൾട്ടേജ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുമോ, ഇങ്ങനെ വരിക പോവുക, നമ്മുടെ അങ്ങനെ അല്ലയോ, പിന്നെ കൂടുക കുറയുക. ഇന്നലെ നമ്മുടെ മോട്ടറേ അടിച്ചാൽ വെള്ളം അങ്ങ് ഇതാക്കാതെ അങ്ങ് എന്തുവാ ഓൺ ആവാതെ അങ്ങ് ഇതാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ടെല്ലാം കലക്കി ഇട്ടിട്ട്. നമ്മളിവിടെ ഒന്നും ഇല്ലല്ലോ, വേറെ സൗകര്യമല്ലയോ, എല്ലാം കുറെ നമുക്കെതിരുള്ളതല്ലയോ, എല്ലാം ഇങ്ങനെ കയറി ഏതാണ്ടെല്ലാം കലക്കി ഇട്ടിട്ടുണ്ട്. നീ വെള്ളം കളഞ്ഞു അങ്ങനെയല്ല? ഇല്ലില്ല, കളയാതെ അടിച്ചത്. അപ്പം വെളിയിലോട്ട് പോകല്ലോ, അപ്പം വെളിയിലോട്ട് പോവാതിരിക്കാൻ അങ്ങ് ഓഫ് ആക്കുക. പോകുന്നില്ല, അതിന് മുന്നേ അങ്ങ് ഓഫ് ആക്കുക ഒരു 5-6 പ്രാവശ്യം. അപ്പൊ എന്തൊക്കെയോ കലക്കി നമ്മൾ ഇവിടെ ഇല്ലാത്തപ്പോ ഇട്ടിരിക്കുക ഇതിനകത്ത്. അങ്ങനെ പല രീതിയിലുള്ള ഇതാ ഇവന്മാര് ചെയ്യുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് എതിര് കുറെ ചുറ്റിനുള്ള ഒരു ഇല്ല, എന്താ ഇച്ചിരിയെ കളയിപ്പി അപ്പോഴത്തേനും അങ്ങ് നിർത്തി അങ്ങ് ആക്കുമോ. ഇന്നലെ അങ്ങ് എങ്ങനെയാണ് മോട്ടർ അങ്ങ് ഓഫ് ആവുക. ഇങ്ങനെ വോൾട്ടേജ് ഇങ്ങനെ കൂടുക കുറയ്ക്കുക ചെയ്തിട്ടാണ് ഈ മോട്ടർ ഓഫ് ചെയ്യുന്നത്, വർക്ക് ചെയ്തിരിക്കാതാക്കുക. അങ്ങനെ എന്തോ ഇങ്ങനെ അങ്ങ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ആണോ എല്ലായിടും. നമുക്കൊന്നും അറിയണ്ട ഇത്രമാത്രം വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ എന്താണെന്നുള്ളത്. ഇങ്ങനെ വോൾട്ടേജ് ഇങ്ങനെ വരിക, അങ്ങ് മോട്ടർ വർക്ക് ആവാതിരിക്കാൻ അങ്ങ് കുറയ്ക്കുക വോൾട്ടേജ്. ഇങ്ങനെയൊക്കെ പല പല വേലകളാണ്.